السلام عليكم. أعوذ بالله من السميع العليم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأمين നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അജ്മഈൻ. എൻ്റെ ചിരകാല സുഹൃത്തും വഴികാട്ടിയും എല്ലാ നന്മകളും പറഞ്ഞു തരുന്ന മുഹമ്മദ് അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് അവരുകളെ, ഈ സദസ്സിൽ സമാഗതരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകൻ നാസർ, അതുപോലെ ഹനീഫ്, അതുപോലെ പണ്ഡിതന്മാർ ഒരുപാട് ഇവിടെ ഉണ്ട്. അവരുടെ പേരുകൾ ഞാൻ പരാമർശിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിസംബോധനം ചെയ്തു കൊള്ളട്ടെ. ഞാനിവിടെ കടന്നു വരുമ്പോൾ മനോഹരമായ വിശുദ്ധ ഖുർആനിൻ്റെ ആകത്തുക വിവരിക്കുന്ന ഒരു പ്രസംഗമാണ് എൻ്റെ കാതകത്ത് കേൾക്കാൻ കഴിഞ്ഞത്. ഈ വേദിയും ഖുർആനിൻ്റെ തന്നെയാണ്. അബ്ദുൽ ഖാദർ ഹാജി സാഹിബിനെ എത്ര കണ്ട് വർണ്ണിച്ചാലും മതി വരില്ല. അദ്ദേഹം പാരത്രിക ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഈ കലാലയം എന്ന് പറയുന്നത്. ഈ കലാലയത്തിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നെനിക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല ഘട്ടങ്ങളിലായി ഞങ്ങളുടെ ഈ ക്യാമ്പസ് ഒന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സമയം, ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും എന്നെ അദ്ദേഹം ഇവിടെ വരാൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് ആ ക്ഷണം സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. മിനിഞ്ഞാന്നും കൂടി അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ അതൊരിക്കലും ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലെ പലരും ഇവിടെ ഖുർആന് പഠിക്കുന്നുണ്ട് എന്നെനിക്ക് നല്ല പോലെ അറിയാം. ഇപ്പോഴാണത് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ ലോകത്തിന് മാതൃകയായ ഒരു ഗ്രന്ഥമാണ്. ഖുർആനിനേക്കാളും ശുദ്ധമായ ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, നമ്മുടെ നേതാവ് വിശ്വപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന മാലാക വന്ന് പറയുമ്പോൾ നബി പോലും തരിച്ചു പോയിരിക്കും. എഴുതാനും വായിക്കാനും അറിയാത്ത പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ച ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്, മാനവികതയ്ക്ക് ഒരു മാതൃകാ ഗ്രന്ഥമാണ് എന്നതിൽ ആർക്കും സംശയമേ ഇല്ലതാനും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും മുക്തകണ്ഠം അംഗീകരിക്കുന്നു വിശുദ്ധ ഖുർആൻ ഒരു മാതൃകാ ഗ്രന്ഥമാണ് എന്ന്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലയിലും മുക്കിലും വന്നു പോയിട്ടുണ്ടെങ്കിലും ഖുർആനിനേക്കാളും വലിപ്പമുള്ള ഒരു ഗ്രന്ഥമില്ല തന്നെ. അതാണ് ആ ഖുർആനിനെ വെളിച്ചത്തിലേക്ക്, ഖുർആനിൻ്റെ പ്രകാശപൂരിതമായ ഒരു നാളെയിലേക്ക് ക്ഷണിക്കുന്ന അബ്ദുൽ ഖാദർ ഹാജി സാഹിബിൻ്റെ കലാലയം എന്തുകൊണ്ടും പ്രശംസനീയമാണ് എന്നതിൽ സംശയമില്ല. ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങും വളരെ വസ്തുതാപരമായ ചടങ്ങ് തന്നെയാണ്. ഇവിടെ നേരത്തെ ഒരുപാട് ആളുകൾ, അതിലെനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിനെ ആകർഷിച്ചത് കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ഖുർആനിനെ കുറിച്ച് ഇത്ര വലിയ ഒരു ഇത് പുലർത്തുന്നുണ്ടെങ്കിൽ ആ ഖുർആനിൻ്റെ മഹത്വം എത്ര മനോഹരമാണ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കാൻ ഒരു പ്രസംഗികനൊന്നുമല്ല. അതുകൊണ്ട് അബ്ദുൽ ഖാദർ ഹാജി സാഹിബിൻ്റെ ആ ക്ഷണം ഇന്ന് സ്വീകരിക്കാൻ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചതിൽ അഗൈതവുമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച വരുന്ന ആളുകളിൽ ഇനിയും ഉയർച്ചയുടെ പടവുകൾ താണ്ടി മനോഹരമായ ഒരു കലാലയമായി വിജ്ഞാനത്തിനെ, അള്ളാഹുവിനെ തിരിച്ചറിയുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ തിരിച്ചറിയുന്ന, വിശുദ്ധ ഖുർആനിനെ തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന ഒരു സമൂഹമായി ഈ കലാലയം വളരട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാവർത്തിക്കുന്നതോടൊപ്പം ഇതിൻ്റെ എല്ലാ
എല്ലാവിധ തൻ്റെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അക്ഷീണം യത്നിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ മഹാരഥനായ മനുഷ്യന് അബ്ദുൽ ഖാദർ ഹാജി സാഹിബിന് അള്ളാഹു നന്മ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.